നമസ്കാരം, ഞാൻ ഹാദിയ. ആദ്യം പ്രധാന വാർത്തകൾ. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള വൻ ജന പങ്കാളിത്തത്തോടെ 5 ദിവസം പിന്നിടുന്നു. നാളെ മമ്മൂട്ടി മേളയിലെത്തും. പുസ്തകമേളയിൽ എഴുത്തുകാരായ അച്ഛൻ്റെയും മകൻ്റെയും അപൂർവ സംഗമം. അന്തരിച്ച കാവാലം നാരായണ പണിക്കർക്ക് പുസ്തകമേളയിൽ അക്ഷരാഞ്ജലി. സംവാദത്തിലുടനീളം മകൻ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ എഴുത്തുകാരായ അച്ഛൻ്റെയും മകൻ്റെയും അപൂർവ സംവാദം. അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തരായ ശശി തരൂർ എംപിയും മകൻ കനിഷ്ക് തരൂരുമാണ് ആ അച്ഛനും മകനും. മകൻ കനിഷ്ക് എഴുതിയ സ്വിമ്മർ എമംഗ് ദ സ്റ്റാർസ് എന്ന പുസ്തകത്തിൻ്റെ മലയാളം പതിപ്പ് പുറത്തിറക്കുന്ന ചടങ്ങിൽ പുസ്തകത്തെക്കുറിച്ച് സംവാദം നടത്താൻ എത്തിയത് അച്ഛൻ ശശി തരൂരായിരുന്നു. സംവാദത്തിലുടനീളം മകൻ അച്ഛനെയും അച്ഛൻ മകനെയും പ്രകീർത്തിച്ചു. വായനയുടെയും രചനയുടെയും ലോകത്തേക്ക് തന്നെ കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റ് കനിഷ്ക് അച്ഛൻ തരൂരിന് നൽകാനും മറന്നില്ല. അതെ, ഒരു അച്ഛനായിട്ടും ഒരു എഴുത്തുകാരനായിട്ടും വലിയൊരു സന്തോഷത്തോടെയാണ് എൻ്റെ മകൻ്റെ ഒപ്പം എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത്. മകൻ്റെ പുസ്തകം ഇന്നാണ് മലയാളം എഡിഷൻ്റെ പ്രകാശനം നടന്നത്. ഒരേ സമയത്ത് എൻ്റെ കഴിഞ്ഞ പുസ്തകം ഇന്ത്യ ശാസ്ത്രീയ മലയാളം പുസ്തകത്തിൻ്റെ പ്രകാശനം രണ്ടും ഒരുമിച്ചായിരുന്നു. ക്രിസ് ആയിരുന്നു മോഡറേറ്റർ. മകന്റെ ആദ്യ രചനയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യതയിൽ ഏറെ ആഹ്ലാദിക്കുന്നതായി പിതാവ് തരൂർ പറഞ്ഞു. പിതാവിനൊപ്പം പുത്രനും ഒരുമിച്ചിരുന്നാണ് തങ്ങളുടെ രചനകൾക്ക് ഒപ്പിട്ട് നൽകി അനുവാചകർക്ക് കൈമാറിയതും. മീഡിയ 1 ഷാർജ. കാവാലം നാരായണ പണിക്കർക്ക് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ അക്ഷരാഞ്ജലി. കാവാലത്തെക്കുറിച്ച് കാലം കാവാലം എന്ന പേരിൽ പുറത്തിറങ്ങുന്ന ലേഖന സമാഹാരത്തിൻ്റെ പ്രശസ്തരമാണ് കാവാലത്തിൻ്റെ ഗാനങ്ങളും കഥകളും കോർത്തിറക്കിയ അനുസ്മരണ ചടങ്ങായി മാറിയത്. ദുബൈയിലെ ഹിറ്റ് എഫും വാർത്താവിഭാഗം മേധാവി ഷാബു കിളിത്തട്ടിലാണ് കാവാലം നാരായണ പണിക്കരെ കുറിച്ച പ്രമുഖരുടെ ഓർമ്മക്കുറിപ്പുകൾ കാലം കാവാലം എന്ന പേരിൽ പുറത്തിറക്കിയത്. കാവാലത്തിന്റെ പേരക്കുട്ടി നാരായണിക്ക് ആദ്യ പ്രതി കൈമാറി കവി മധുസൂദനൻ നായർ പ്രകാശനം നിർവഹിച്ചു. ഒരു പരിധിവരെയെങ്കിലും കാവാലം നാരായണ പണിക്കർ ആരായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്താൻ, മലയാളിയെ ഓർമ്മപ്പെടുത്താൻ ഈ കൃതി ഉപകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുത്തുകാരായ ശ്രീകുമാരൻ തമ്പി, സച്ചിദാനന്ദൻ, സംഗീത സംവിധായകൻ MG രാധാകൃഷ്ണന്റെ പത്നി പത്മജ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. കാവാലത്തിന്റെ കവിതകളും ഗാനങ്ങളുമായി കണ്ണൂരിലെ വിട്ടമ്മ, കമലം, ഗായിക നിമ്മി തുടങ്ങിയവർ വേദിയിലെത്തി. ദുബൈയിലെ വാദ്യകലാകാരന്മാരും അണിനിരന്നു. കാലം കടന്നുപോയാലും എല്ലാ കാലവും കാവാലത്തിൻ്റെതാണെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു ചടങ്ങ്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ഷാർജ. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഏവർക്കും ശുഭദിനം.